വാതിൽ 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 വാതിൽ. എന്റെ ഈശ്വര, എന്തോരം വാതിലുകളാ! എങ്ങനെ ഇതിനകത്തൊന്ന് കേറി പറ്റും? ഇതാ ഞാൻ പറയുന്നത്, എനിക്കൊരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു തരാൻ. ഈ മാപ്പ് അതിനകത്തൊന്ന് കയറ്റി കൊടുത്താൽ മതി. എത്ര മുറിയുണ്ട്, അതിൽ എന്തൊക്കെ കാര്യമുണ്ടെന്നൊക്കെ പറഞ്ഞിരുത്തില്ലേ? അയ്യോ, മോനിതൊക്കെ എവിടുന്ന് പഠിച്ചടാ? ടിവിയിലെ ഡിസ്കവറി ചാനലിൽ ഞാൻ പഠിച്ചു. എന്റെ മനുഷ്യ, അതുപോലൊരു സാധനം എന്റെ കൊച്ചിനെ എവിടുന്നെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുവന്ന് കൂടെ. ഡിസ്കവറി ചാനൽ അതല്ല, കമ്പ്യൂട്ടർ. കമ്പൗണ്ടർ അവിടെ നിൽക്കട്ടെ. ഇന്ന് രാത്രി വീട്ടിൽ കയറാനുള്ള വഴി പറഞ്ഞാ മോനെ. അതെന്ത് പറയാണ്ടിരിക്കുന്നു? ഞാൻ പറിച്ച കൊളുത്തില്ല. അതേതായാലും പിടിപ്പിക്കാനുള്ള നേരമായിട്ടില്ല. ഈ കെട്ടുകൊണ്ട് ഞാൻ ജനലിന്റെ കമ്പി അറുക്കുന്നു, അച്ഛൻ എന്നെ അകത്ത് കയറ്റുന്നു, ഞാൻ മുൻവശത്തെ വാതിലിന്റെ ബോൾട്ട് തുറക്കുന്നു, അച്ഛനെ അകത്താക്കുന്നു. അയ്യോ എന്റെ മോനെ, നീയാടാ ഞങ്ങളുടെ വിളക്ക്. എടി തങ്കി, ഒരു 5-6 ഏലസ് കൂടി മേടി ജപിച്ച് എന്റെ അരയിലും കൂടെ കെട്ട്. ഇവന് ദൃഷ്ടിപ്പെടും, അത്രയ്ക്ക് ബുദ്ധിയാ. ജീൻസ് അതെങ്കി അത്. അയ്യോ എന്തൊരു അറിവാ! അയ്യോ, അറിവിൽ കടഞ്ഞെടുത്തവൻ. ഹലോ, എവിടെയാ ലൊക്കേഷൻ? എന്തൊക്കെ പോയി? എന്താടോ കുരുവിളേത്? കള്ളന്മാരൊക്കെ നമ്മുടെ അതിർത്തി തന്നെ അടിഞ്ഞുകൂടിയിരിക്കണോ? ഞാനിതാ വരുന്നു. 20 ഉൾപ്പെടെ എല്ലാ അവന്മാരെ ഇന്ന് തന്നെ പൊക്കണം. ആകെ മൊത്തം നിങ്ങൾ എന്ത് വിലയാ പ്രതീക്ഷിക്കുന്നത്? നമ്മൾ തമ്മിൽ ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലോ. ഇപ്പൊ ഇങ്ങനൊരു വില പേശലിന്റെ ആവശ്യമുണ്ടോ? പുതിയ മിനിസ് വന്നേ പിന്നെ മോഷണ വസ്തുക്കൾക്ക് വലിയ വില ഇടിവാ. തന്നെയല്ല, ഞാൻ അല്പം ഞെരുക്കത്തില്ല. അതെന്ത് പറ്റി വയ്ക്കില്ല ഞെരുങ്ങാൻ? ഞാനൊരു കാർ എടുത്തു. കാർ ഇടിച്ചോ ഞെരുങ്ങാൻ? അല്ല മോനെ, ഇസഡിയൻ. മിസ്റ്റർ തങ്കു, നിങ്ങൾ ഈയിടെ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നുണ്ടോ? ചാപ്പാട് മുഴുവൻ ഇവനായിരിക്കും കേട്ടുന്നത്. അതല്ല, മനപ്രയാസം കൊണ്ടാ. ഓഹോ, ഒരു ഡോക്ടർ മകനെ ഡോക്ടറാക്കുന്നു, വക്കീൽ അവന്റെ മകനെ വക്കീലാക്കുന്നു. എനിക്ക് എന്റെ മകനെ ഒരു ടോപ്പ് കള്ളനാക്കണം. അത് നടക്കുവോ നടക്കില്ലേ എന്നുള്ള അങ്കലാപ്പിൽ വന്നതാ ഈ ക്ഷീണം. ആരോഗ്യപരമായി പറയുകയാണെങ്കിൽ മിസ്റ്റർ തങ്കു, ആരോഗ്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ സാധനങ്ങൾ മുഴുവൻ ഫോറിന് ന്യായമായ വില കിട്ടണം. ബർമ ബസാറിലും ഫോറിൻ ഷോപ്പുകളിലൊക്കെ സാധനങ്ങൾ കെട്ടിക്കിടക്കുകയല്ലേ. ഏതായാലും അടുത്ത ആഴ്ച ഡേറ്റിട്ട് ഞാനൊരു ചെക്ക്. പാസ്സാവും നോക്കിയില്ലേ? പാസ്സായില്ലെങ്കിൽ റീപ്രസെന്റ് ചെയ്യണം. എന്നിട്ടും പാസ്സായില്ലെങ്കിലോ? ഒരു വക്കാലത്ത് എഴുതി തന്നേര്, ഞാൻ തന്നെ വാദിച്ചോളാം. ഐഡിയ കൊള്ളാം, വേല മനസ്സിലിരിക്കട്ടെ. ആള് കൊള്ളാവല്ലോ, കടുവ ഫാമിലിയെ പിടിച്ച കിടുവ. വേണ്ട, ചെക്ക് മേടിക്കണ്ട. ഈ സാധനങ്ങളൊക്കെ എത്തിക്കേണ്ടത് ഞാൻ എത്തിച്ചോളാം. IPC വേണ്ട, ചെക്ക് മതി. ഈ PSC ഓഫീസിലും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലും ഒക്കെ അപേക്ഷകൾ കെട്ടിക്കിടക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഒരു കല്യാണാലോചനയ്ക്ക് ഇത്രയും അപേക്ഷകൾ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ചേട്ടൻ എന്തായി പറഞ്ഞേ? പത്രങ്ങളിൽ ഇപ്പോ ന്യൂസിനുള്ളതിനേക്കാൾ കൂടുതൽ പേജ് വൈവാഹികത്തിനാ. എന്നാലേ എവളുടെ കാര്യം ശരിയായി കഴിഞ്ഞാൽ നമുക്ക് ഓരോ പരസ്യം കൊടുക്കാം. ഞാനോ പ്രതീക്ഷയില്ല. ചേട്ടൻ ഏത് കേസിനാ മറുപടി ചെയ്യുന്നത്? ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാ, തരക്കേടില്ലാത്ത ചുറ്റുപാടാ. നീ ഇത് കവറിലാക്കി ഒന്ന് ഒട്ടിക്കും. എടാ പിള്ളേരെ, പിന്നെ അലവലാതി കത്തൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇന്ന് മറുപടി. ആരുടെയാ കത്ത് എഴുതിയിരിക്കുന്നത്? പയ്യന്റെ അമ്മ. അവർ ഒരേ ഒരു മകനാ. പിന്നെ പയ്യൻ നിസ്സാരക്കാരനൊന്നുമല്ല, പോലീസ് സബ് ഇൻസ്പെക്ടർ. സബ് ഇൻസ്പെക്ടറോ? നീ എന്താ ദിവാകരൻ അന്തം വിട്ടിരിക്കുന്നത്? അവിശ്വസനീയം അല്ലേ? ഒരു സബ് ഇൻസ്പെക്ടറുമായിട്ടുള്ള ബന്ധം നമുക്ക് ശരിയാവില്ല. എന്താ ശരിയാകാത്തത്? കൊള്ളാവുന്ന ബന്ധമാണെങ്കിൽ എത്ര രൂപ സ്വീകരണം വേണമെങ്കിലും നീ കൊടുക്കാമെന്ന് എനിക്ക് വാക്ക് തന്നിട്ടുള്ളതാണല്ലോ. അത് ശരിയാണ്. അതിപ്പോഴും എത്ര രൂപ വേണമെങ്കിലും സ്ത്രീധനം കൊടുക്കാൻ ഞാൻ തയ്യാറുമാണ്. പിന്നെന്താ ചേട്ടാ പ്രശ്നം? ഒരു SI നമ്മുടെ അളിയനായിട്ട് വരികയെന്ന് വെച്ചാൽ അതിൽ പരം അന്തസ്സുണ്ടോ? അത് ഞാൻ മോനെ, അവസാന നാടകം കളിച്ച് അരങ്ങോട് വിട പറയുമ്പോഴും ഒരു മോഹം എന്റെ ഉള്ളിൽ ബാക്കി കിടന്നിരുന്നു. ഒരു സബ് ഇൻസ്പെക്ടർ വേഷം കെട്ടുക. 30-ൽ പരം വർഷം നാടകരംഗത്ത് അഭിനയിച്ച എനിക്ക് ഒരു SIയുടെ യൂണിഫോം അണിയാനുള്ള ഭാഗ്യം മാത്രം ഉണ്ടായിട്ടില്ല. പോലീസുകാരൻ വരെയൊക്കെ ആയിട്ടുണ്ട്. ഒരു പക്ഷേ ആ ഒരു കുറവ് നികത്താൻ വേണ്ടിയായിരിക്കാം ഒരു SI തന്നെ മരുമകനായിട്ട് ഇപ്പോൾ വരുന്നത്. വേറൊന്നും കൊണ്ടല്ല ചാ, ഭയങ്കര റിസ്ക് പിടിച്ച പണിയാ. രാജി അയാളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നമ്മൾ എങ്ങനെ ഇവിടെ സമാധാനമായിട്ട് കഴിയാ? ഏത് ജോലിക്കാ ചേട്ടാ റിസ്ക് ഇല്ലാത്തത്? ചേട്ടന് ജോലിക്ക് റിസ്ക് ഇല്ലേ? ആ ഒരു റിസ്കും കൂടി ഉള്ളോണ്ടാ ഈ കല്യാണം വേണ്ടെന്ന് പറയുന്നത്. രാജി പറഞ്ഞതാ കറക്റ്റ്. അല്ലെങ്കിൽ തന്നെ ഇതിന്റെ പേരിൽ എന്തിനാ ഇപ്പോഴേ ഒരു തർക്കം? ചെറുക്കം വന്ന് പെണ്ണിനെ കാണട്ടെ, അവർക്ക് ഇഷ്ടപ്പെട്ടാലേ ബാക്കി കാര്യം. അതാ, ഇത്രയും കാലം കൊണ്ട് ഞാൻ ഈ സമൂഹത്തിൽ നേടിയെടുത്ത ഒരു മാന്യതയുണ്ട്. ഈ ഒരു കല്യാണാലോചന ഉണ്ട്, അത് നിങ്ങൾ എല്ലാവരും കൂടി കളഞ്ഞു വിളിക്കരുത്. മോനെ, ഇവനെന്ത് പറ്റി? ഞാൻ അന്വേഷിക്കാഞ്ഞിട്ടല്ല മാഷെ. മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞ ഒരുപാട് കേസുകൾ മാറ്റിവെച്ചിട്ടാ
ഞാൻ മാഷിന്റെ കേസിന് പിന്നാലെ. എന്നിട്ടും ജയ, മോഷണം മുതൽ തിരിച്ചു കിട്ടിയാലേ മോളുടെ വിവാഹം നടക്കുമെന്ന് പറയുന്നത് അബദ്ധമാണെന്നറിയാം. പക്ഷേ വാസ്തവം അതാണ്. അടുത്ത മാസം 15-നുള്ളിൽ എന്തെങ്കിലും തീരുമാനം പറഞ്ഞില്ലെങ്കിൽ അവരിത് വേണ്ടെന്ന് വയ്ക്കും. ഗൾഫുകാരന് പെണ്ണ് കിട്ടാനാണോ പാട്? മാഷ് വിഷമിക്കാതെ. എന്റെ സ്റ്റേഷൻ അതിർത്തിയിൽ മാത്രമല്ല, അടുത്തുള്ള എല്ലാ സ്റ്റേഷനിലും ഞാൻ വിവരം വെച്ചിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ കൊടുക്കും. എന്നാ ഞാൻ ഇറങ്ങട്ടെ ജയ. ശരി മാഷ്. ഇരിക്കപ്പെടുന്നില്ലാത്തോണ്ട് ഇറങ്ങിയതാ. വരട്ടെ. ശരി. എത്ര കാശുണ്ടാക്കിയാലും പോയ വസ്തുക്കൾ തിരിച്ചു പിടിക്കാവുന്ന പ്രതീക്ഷയൊന്നും എനിക്കില്ല. പെങ്ങളെ മാന്യമായിട്ട് കെട്ടിച്ചയക്കണം. കുറച്ച് രൂപ കൊടുത്ത് ദിനേശിനൊരു ജോലി ശരിയാക്കണം. എന്നിട്ട് ഈ പണി നിർത്തി വല്ല ബോംബെയിലോ കൽക്കട്ടയിലോ പോകണം. അവിടെ ആവുമ്പോ കൂലിപ്പണി ചെയ്ത് ജീവിച്ചാലും അച്ഛൻ അറിയില്ലല്ലോ. വലിയ ഓഫീസറാണെന്ന് കണ്ടുവഴുതി അറിയിച്ചാൽ പോരെ. അതൊക്കെ പോട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തൊക്കെയായിരുന്നു ഓപ്പറേഷൻ? ഞാനൊരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവാ. അതെല്ലാവർക്കും അറിയാം. തൽക്കാലം നീ അത്രയും ധരിച്ചാൽ മതി. ഓ, ധരിച്ചോളാം. വല്ല ക്രോസിനും അനാസിനും അല്ലാതെ വില കൂടിയ ക്യാപ്സ്യൂൾ വല്ലതും തടഞ്ഞു അറിയാൻ വേണ്ടി ചോദിച്ചെന്നുള്ളൂ. ഇല്ല, രാജ്യ വിവാഹം കഴിപ്പിച്ച് അയക്കാനുള്ളൊന്നും ഇതുവരെ തടഞ്ഞില്ല. പിന്നെ ഒരു എറിത്രോമൈസിൻ വന്നിപ്പോ തൊണ്ടായി കുടുങ്ങിയിട്ടുണ്ട്. അയ്യോ, എസ്ഐയുടെ ആലോചനയാണ് നീ പറഞ്ഞ? ആ പാര തന്നെ. എല്ലാവർക്കും ഭയങ്കര താല്പര്യമായി, എനിക്കൊഴിച്ച്. മറുപടി അയക്കേണ്ടെന്ന് അച്ഛനോടും ദിനേശനോടും ഞാൻ കാല് പിടിച്ച് പറഞ്ഞതാ. ഞാൻ അറിയാതെ അവർ മറുപടി എഴുതി പെണ്ണിനെ വന്ന് കാണാൻ ഫോട്ടോ അയച്ചു കൊടുത്തു. ചേടാ, വന്ന് കാണട്ടെ. ഇഷ്ടപ്പെട്ടതെങ്കിൽ നടത്തണം. കള്ളന്റെ വീട്ടിലൊരു പോലീസുകാരനുള്ളത് നല്ലതാ. മണ്ടത്തരം പറയാതെ. അവസാനം ബന്ധങ്ങൾക്ക് വില പറയേണ്ടി വരും. എന്ത് വില? ബന്ധങ്ങൾക്ക് പോലും വിലയിടി പറഞ്ഞ പോലെ. നീ ഇതങ്ങ് ഉറപ്പിക്കാൻ നോക്കണ്ട ദിവാകര. എന്ത് വന്നാലും ഈ വിവാഹം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. നിനക്ക് തലയ്ക്ക് വട്ടാ. അയാൾ ഇച്ചിരി ശ്രീധരൻ കൂടുതൽ ചോദിച്ചു ഏതെങ്കിലും കതറുകാരന്റെ പോക്കറ്റ് തട്ടിപ്പറിച്ചാൽ നടത്താൻ നോക്ക്. ഈ അവസരം നീ പാഴാക്കരുതിട്ട് ദിവാര. എന്റെ അടുത്ത് സംസാരിച്ചാൽ ശരിയാവില്ല. ഈ ബൈക്ക് തിരിച്ചു കൊടുക്കാൻ സമയമായി. ചവിട്ടിയല്ലേ? അല്ല, വണ്ടി സ്റ്റാർട്ടാവെന്ന് പറയായിരുന്നു. വരുന്നുണ്ട്. നീ ഇതുവരെ എവിടെയായിരുന്നു? ഞാൻ ആ ചാണ്ടിയുടെ കൂടെ. കണ്ട കള്ളന്മാരുമായിട്ടാ കറങ്ങി നടക്കുന്നേ. ആ എസ് ഐയുടെ വീട്ടിൽ നിന്ന് കത്ത് വന്നിരുന്നു. അവർക്ക് താല്പര്യമുണ്ട് രാജ്യെ കാണാൻ എത്തുമെന്ന്. എന്റെ അടുത്ത് ആലോചിക്കാതെ പെണ്ണ് കാണാൻ ക്ഷണിക്കാൻ ആരാ പറഞ്ഞത്? ആലോചിച്ചാൽ ചേട്ടൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ടല്ലേ നേരത്തെ പോയി കത്ത് പോസ്റ്റ് ചെയ്തത്. അവിടെ നിന്നേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആ ചാണ്ടിയോട്ടുള്ള സഹവാസം നമുക്കിനി വേണ്ട. നമുക്കൊരു ടാൻഡെക്സ് ഉണ്ട്. ടാൻഡെക്സ്? അഭിമാനം. ഒരു പോലീസ് ഓഫീസർ കുടുംബത്തിൽ വന്ന് കയറാൻ പോകുന്നത്. നാടോടുമ്പോ തടുതേ ഓടിയില്ലെങ്കിലും കുറുകയെങ്കിലും ഓടണം. കാപ്പിരിക്ക് വേണം കാപ്പി എന്ന നാടകത്തിലെ ഡയലോഗാണ്. ചേടാ വൃത്തികെട്ടവനെ. കേട്ടോ, ആ നാടകത്തിൽ ഞാൻ നാടകബോധമില്ലാത്ത മക്കൾ. ഗോൾഡ് ഗോപാലിനെ കസ്റ്റഡിയിലെടുത്ത് എന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്തോ? ക്വസ്റ്റ്യൻ ചെയ്തു. ഉടനെ തന്നെ ആൻസറും കിട്ടി. എന്ത് പറഞ്ഞു? പോടാ പുല്ലേ, നീ ഇല്ല ക്വസ്റ്റ്യൻ ചെയ്യേണ്ടാന്ന്. അതെ സാർ, അങ്ങനെ പറഞ്ഞു. എന്നിട്ട് അവിടെ ഇതാ ലോക്കപ്പിലുണ്ട്. ഇരിക്കണ്ട, നിന്റെ ഗോൾഡ് സിൽവർ ആകുന്ന ദിവസമാണെന്ന് കേട്ടോ. നേരിട്ട് കാണാൻ കഴിഞ്ഞ വലിയ സന്തോഷം. ഗോൾഡ് മീറ്റ് പീരി സാർ കുറെ ചോദ്യങ്ങൾ ചോദിച്ചായിരുന്നു. അതൊന്ന് അവോയ്ഡ് ചെയ്യാമെങ്കിൽ ആവർത്തന വിശദ ഒഴിവാക്കാമായിരുന്നു. ഞങ്ങൾ ഊശാക്കുമ്പോൾ സാറിന് ഊശാക്കാന്ന് വിചാരിച്ചോ? ചെറ്റപ്പർക്കും ടെറസ് വീട്ടും ഒരേ ടാക്സോ? പറയടാ, പ്രൈവറ്റ് ബസ്സിൽ നിന്ന് അടിച്ചെടുത്ത 65 പവന്റെ ആഭരണങ്ങൾ എവിടെയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? കയ്യിലുണ്ടോ അതോ വിറ്റോ? വിറ്റില്ല. വീട്ടിലെവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? വീട്ടിലില്ല. പിന്നെ എവിടെയാ? പറ. ബാങ്കിലോ ലോക്കറിലോ വെക്കുന്നത് പ്രായോഗികമല്ല. അതുകൊണ്ട് ഭാര്യമാരുടെയോ മക്കളുടെ കാതിലോ കഴുത്തിലോ കാണും. മിച്ചമുള്ളത് കയ്യിലും സൂക്ഷിക്കും. എത്ര ഭാര്യമാരുടെ അടുത്താണ് നീ സ്വർണ്ണം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അത് ഗോപാലൻ ഡീസന്റാ. കള്ളനാണെങ്കിൽ ഞാൻ രേഖഭാര്യാവൃതക്കാരനാ. ഉള്ള ഒന്നാം തരം മച്ചിയ, അവളുടെ അമ്മയും മച്ചിയ. അയ്യോ, അത് തന്നെ സാറേ മോതിരം വരുന്നത്. ഇതുകൊണ്ടൊരു കാര്യം ഉണ്ടറാ. എന്ത് കാര്യം? അത് നീ അറിയണം. ഓണം ഞാൻ വന്നു നിന്നെ കാണാൻ. എന്താ സാർ, 65 പവന്റെ കേസ് വരെ തെളിഞ്ഞില്ല? തെളിയിക്കണം. അതിന് നിന്റെ സഹായം ആവശ്യമുണ്ട്. എന്താടാ? അല്ല, പോലീസ് നായയുടെ സഹായം വേണമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു കേസ് തെളിയിക്കാൻ പോലീസുകാർക്ക് ഒരു കള്ളന്റെ സഹായം വേണമെന്ന് കേൾക്കുന്നത് ആദ്യമായിട്ടാ. ഗോൾഡ് ഗോപാലിനെ അറിയോ നീ? അറിയും സാർ. നിങ്ങളത് എങ്ങനെയാ? ഞങ്ങൾ ഓരോ ഫീൽഡ് അല്ലേ. അയാൾ ലാർജ് സ്കീം, ഞാൻ സ്മോൾ സ്കീം. എന്താ സാർ? അവന്റെ ഭാര്യയായിട്ട് എങ്ങനെയാ? അയ്യോ സാർ, അന്യന്റെ ഭാര്യ ഒരിക്കലും ആഗ്രഹിക്കില്ല എന്ന് ഞാൻ അച്ഛന്റെ മുമ്പിൽ ഇപ്പോഴും കൂടി കുമ്പസാരിച്ചിട്ട് വന്നോളൂ. അതല്ലടാ, നിനക്ക് അവളെ പരിചയമുണ്ടോ? ഇല്ലേ സാറേ, ഒരു കള്ളനെ ഒരിക്കലും മറ്റൊരു കള്ളന്റെ വീട്ടിലേക്ക് കയറ്റത്തില്ല. നീ പലതൊക്കെ അടിച്ചു മാറ്റുന്നത്. അതിപ്പോ ഏത് ചെറുക്കായാലും അങ്ങനെയൊക്കെ സംഭവിച്ചു പോകും. വണ്ടി കയറ. ശ്യാമലേച്ചി,
ശ്യാമളേച്ചി, ശ്യാമളേ. ആരാ? ശ്യാമളേച്ചിക്ക് എന്നെ മനസ്സിലായില്ലല്ലേ? ഞാൻ ഗോപാലന്റെ അടുത്ത ഗോൾഡ് ഫ്രണ്ട് അല്ലേ? ചേട്ടനിവിടെ ഇല്ല. മനസ്സിലായി? അരിക്കകത്തല്ലേ? ഞങ്ങള് രണ്ടുപേരും കൂടെ ഒരുമിച്ച് പൊക്കിയേ. ചേട്ടനെ വിട്ടില്ലേ? ചേട്ടനെ പുതിയ എസ് ഐക്ക് ഭയങ്കര ഇഷ്ടായി. സംശയം കൊണ്ടേ പുതിയ എസ് ഐ ആളൊരു പുലിയ ചേച്ചിയാ. അപ്പൊ അള്ളുവായിരിക്കല്ലേ? അള്ളില്ല, അങ്ങനെ ഇത് രണ്ടു കൊള്ളുമ്പോ ചേട്ടത്തിന് മുള്ളും. ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോ പോലീസുകാർ കാണാണ്ട് ചേട്ടനോട് ഒരു രഹസ്യം പറഞ്ഞു. ഞാനും വക്കീലുമായിട്ടുള്ള ബന്ധമായിരിക്കും. കുന്തം. ഇവിടെ കുറച്ച് സ്വർണ്ണ ഇരിപ്പില്ലേ? പോലീസുകാർ ചേട്ടനെ കൊണ്ട് തൊണ്ടി എടുക്കാൻ വരാൻ സാധ്യതയുണ്ട്. അതെന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞു. ഞാനത് വക്കീലിന് കൊടുത്ത് കാശാക്കി ചേച്ചിയുടെ അക്കൗണ്ടിൽ ബാങ്കിൽ ഇട്ടോളാം, ബാലൻസ് ഉണ്ടെങ്കിൽ. ചേച്ചിക്ക് വിശ്വാസമായില്ലല്ലേ? ചേട്ടൻ അത് പറഞ്ഞു. പരിചയക്കാരാണെന്ന് പറഞ്ഞ് ആര് ചെന്നാലും ചേച്ചി അത്ര പെട്ടെന്ന് അങ്ങനെ സ്വീകരിക്കില്ല എന്ന്. അതിനാണ് ഇതേ മുദ്രപാത്രം, അല്ല മുദ്രമോതിരം. ടിവിയിലുണ്ട്. അത് ആനവാൽ മോതിരം, സിനിമ. ഇത് ചേട്ടന്റെ മോതിരം. അതല്ല, ടിവിയുടെ അകത്ത് വെച്ചിട്ടുണ്ട്. തീയുടെ അകത്ത് വെച്ചിട്ടുണ്ടോ? അപ്പൊ ഞാനത് എടുക്കണം. സ്ക്രൂഡ്രൈവറോടെ ഇപ്പൊ കൊണ്ടുവരാം. കർത്താവേ, സ്വന്തം സഹോദരനെയാണ് ഒറ്റി കൊടുക്കുന്നത്. യൂദാസിനോട് പൊറുത്തു പോലെ നീ എന്നോട് പൊറുക്കണമേ. ചേച്ചി, ആ മാല മോതിരൊക്കെ എടുത്ത് വെച്ചാ കിട്ടോ? ആമേൻ. പശുവിന്റെ രൂപത്തിൽ എല്ലാം ഇല്ലെന്ന് നോക്കി. എങ്ങനെയാ നന്ദി പറയണ്ടെന്ന് അറിയില്ല. ഓ, മാഷ് എന്തിനാ നന്ദി പറയുന്നേ? ഇതൊക്കെ ഞങ്ങളുടെ ഡ്യൂട്ടി അല്ലേ? അതെ അതെ, കക്കുക പൊക്കുക ഞെക്കുക, ഇതൊക്കെ അല്ലേ ഞങ്ങളുടെ ഫീൽഡ്. പക്ഷെ ഒന്നുണ്ട്, മാഷയുടെ മോടെ കല്യാണം മുടങ്ങരുതെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അച്ഛാ, ഇത് നമ്മുടെ ഓർണമെന്റ്സ് അല്ല. അല്ല അച്ഛാ. അല്ലെങ്കിൽ ശരിക്കും നോക്കിയേ. ശരിക്കും നോക്കിയതാ. ഇത് ഞങ്ങളുടെ അല്ല. ശരിയാ, ഇതല്ല. നീ ഇതെവിടുന്നാണ് അടിച്ചെടുത്തത്? സാറെവിടുന്നാ ഇത് അടിച്ചെടുത്തത്? എന്റെ വീട്ടിലെ ടിവിക്കുള്ളിന്ന്. ഇത് ചെന്നൈയിലെ ഒരു സിനിമാതരുടെ വീട്ടിൽ നിന്ന് അടിച്ചെടുത്തതാ. വിൽക്കാൻ കൊണ്ടുവന്നപ്പോഴാ ഇമിറ്റേഷൻ ആണെന്ന് അറിയുന്നത്. സ്വർണത്തിൽ സ്പെഷ്യലിസ്റ്റ് ചെയ്ത ഒരു കള്ളന്റെ വീട്ടിൽ അല്പ സ്വർണ്ണം വരുന്നില്ലെങ്കിൽ അതൊരു പരുവക്കാടല്ലേ സാറേ? സാറ് തുറച്ചു നോക്കില്ലായിരുന്നു? ഇപ്പോഴാണ് സാർ ശരിക്കും അടിച്ച് നോക്കുന്നത്. സാറേ, ഗോപാൽ എന്താണ് സാർ ഇവിടെ കിടത്തണോ? ഇറങ്ങി വിടറോ? ഇങ്ങനെയാണ് കൈ ഇങ്ങനെ പൊക്കി. ഹലോ, വിളിച്ചു വരുത്തി അവഹേളിച്ചതിനും അപമാനിച്ചതിനും മാപ്പ്. സാറിന് പോകാം. ഇനി ഇതുപോലെ അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാൻ മറക്കരുത്. ഇല്ല. സമയം ഉണ്ടെങ്കിൽ വരാം. ഓ, ഗോൾഡ്. അതെ, ചിത്തിക്കര തങ്കൂന്റെ മോൻ ലുട്ടാപ്പിയുടെ ബർത്ത്ഡേ ആഘോഷത്തിനൊന്നും പോകുന്നില്ലേ? പിന്നെ പറയൂ. പോകാതിരിക്കാൻ പറ്റുമോ? അവരല്ലേ ഞങ്ങളുടെയൊക്കെ ഇളമുറ തമ്പുരാൻ. ഗോൾഡ് ബൈ. അതെ, നിന്റെ ചെന്നൈയിലെ സിനിമാ നടിയുടെ ഡ്യൂപ്ലിക്കേറ്റ് ഭണ്ഡാരങ്ങളൊന്നും ഇവിടെ വേണ്ട. എടുത്തോണ്ട് പോ. സാറിന് വേണ്ടേ? വേണ്ട. ഗോൾഡ് ബൈ. ആ, താനൊക്കെ എന്തിനാണോ കാക്കിയിട്ട് പോലീസ് എന്ന് പറഞ്ഞ് നടക്കുന്നേ? കട്ടവനെ കിട്ടിയില്ല, കിട്ടിയവനെ കട്ടവനാക്കുന്ന ആ പരിപാടി ഉണ്ടല്ലോ, എന്റെ അടുത്ത് വേണ്ട. നോക്കിയേ, കള്ളനെ പിടിച്ചില്ലെങ്കിൽ എന്റെ തൊപ്പി തീർക്കാൻ തിരക്കിട്ടില്ല, തന്റെയൊക്കെ തൊപ്പിയാ തെറിപ്പി.